എഞ്ചിൻ നിർമ്മിക്കാൻ 43 വർഷം മുൻപത്തെ ആയുധം പുറത്തെടുത്ത് ഇന്ത്യ വികസിപ്പിക്കുന്ന യുദ്ധവിമാനങ്ങൾ സ്വന്തം എഞ്ചിൻ വേണമെന്ന ദൃഢനിശ്ചയം ഒടുവിൽ വിജയത്തോട് അടുക്കുന്നു. 43 വർഷം മുൻപ് രൂപം കൊടുക്കുകയും പലവട്ടം പരാജയപ്പെടുകയും ചെയ്ത കാവേരി 2.0 പദ്ധതിയാണ് സഫലമാകുന്നത്. 70% പൂർത്തിയായ എഞ്ചിൻ ആഫ്റ്റർ ബർണർ പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുകയാണെന്നാണ് വിവരം. 1983 പദ്ധതിക്ക് തുടക്കമിട്ടത്. വിജയിച്ചാൽ 2030 തദ്ദേശീയ തേജസ് യുദ്ധവിമാനങ്ങൾ കാവേരി എഞ്ചിന്റെ കരുത്തിൽ പറക്കും. റൺവേയിൽ നിന്നും കുതിച്ചുയരാനുള്ള തള്ളൽ നൽകുന്നതിൽ പരാജയപ്പെട്ടതോടെ 2008 പദ്ധതി മരവിപ്പിച്ചിരുന്നു. 49 കിലോ ന്യൂട്ടൺ ഡ്രൈവ് ത്രസ്റ്റ് കാവേരിക്ക് കൈവരിക്കാനായില്ല. ആവർത്തിച്ച് പരീക്ഷിച്ചിട്ടും ലഭിച്ചത് 41 കിലോ ന്യൂട്ടൺ ഡ്രൈവ് ത്രസ്റ്റ് മാത്രം. ഭാരം കുറഞ്ഞ തേജസ്സിന് 1023 കിലോ ഭാരമുള്ള എഞ്ചിൻ വേണമെന്ന ലക്ഷ്യത്തിലും എത്തിയില്ല. ഇത് കാരണം തേജസ് MK-1Aയിൽ അമേരിക്കൻ എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കൻ കമ്പനിയായ GE എയ്റോസ്പേസിന്റെ F414 എഞ്ചിനുകളാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. ഇത് വിമാനത്തിന്റെ കുതിക്കാൻ ആവശ്യമായ 49 കിലോ ന്യൂട്ടൺ ഡ്രൈവ് ത്രസ്റ്റും 84 കിലോ ന്യൂട്ടൺ വെറ്റ് ട്രസ്റ്റും നൽകുന്നുണ്ട്. അടുത്തിടെ 99 എണ്ണം ഓർഡർ ചെയ്തിട്ട് 6 എണ്ണം മാത്രമാണ് കമ്പനി കൈമാറിയത്. ഈ സാഹചര്യത്തിലാണ് DRDO കാവേരി പദ്ധതി പൊടി തട്ടിയെടുത്തത്. 70 മുതൽ 80 കോടി രൂപയാണ് ഒന്നിന്റെ വില. ഇപ്പോൾ നിർമ്മിക്കുന്ന എഞ്ചിൻ പരീക്ഷണ ഘട്ടത്തിൽ 49-50 കിലോ ന്യൂട്ടൺ ഡ്രൈവ് ത്രസ്റ്റ് നൽകുന്നുണ്ട്. ഭാരം 1300 നിന്നും 1080 കുറയ്ക്കാനും കഴിഞ്ഞു. ഇത് 55-54 കിലോ ന്യൂട്ടൺ ഡ്രൈവ് ത്രസ്റ്റ് ആയി ഉയർത്താനും ഭാരം 1000 കിലോ ആയി കുറയ്ക്കാനും സാധിച്ചേക്കും. 55-59 ഡ്രൈവ് ത്രസ്റ്റും 90-100 വെയ്റ്റ് ത്രസ്റ്റുമാണ് DRDOയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ലക്ഷ്യമിടുന്നത്. വിജയിച്ചാൽ ഇന്ത്യ നിർമ്മിക്കാനൊരുങ്ങുന്ന നൂതന ജെറ്റായ തേജസ് MK-2ലും ഉപയോഗിക്കാം. $1 കോടി പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്ന ചിലവ്. ഈ വർഷം ഫെബ്രുവരിയിൽ ബംഗളൂരുവിലെ DRDOയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് സന്ദർശിച്ചപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശാസ്ത്രജ്ഞരോട് പതിറ്റാണ്ടുകളുടെ വ്യോമ എഞ്ചിൻ വികസനം വളരെ കുറഞ്ഞ സമയത്തേക്ക് ചുരുക്കാൻ ആവശ്യപ്പെട്ടു. പ്രതിരോധ ഗവേഷണത്തിന്റെ ഏറ്റവും സാങ്കേതികമായി ആവശ്യപ്പെടുന്ന മേഖലകളിൽ ഒന്നാണ് യുദ്ധ എഞ്ചിൻ വികസനം എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്നാഥ്, വികസിത രാജ്യങ്ങൾക്ക് പുതിയ യുദ്ധ എഞ്ചിനുകൾ വികസിപ്പിക്കാൻ സാധാരണയായി 25 മുതൽ 30 വരെ വർഷം സമയമെടുക്കുമെന്ന് പറഞ്ഞു. ഇതിനകം 20 വർഷം കഴിഞ്ഞുവെന്നും ഇനി 5-7 വർഷം മാത്രം ബാക്കിയുള്ളൂവെന്നും നമ്മൾ അനുമാനിക്കണം. 5ാം തലമുറ പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾക്കപ്പുറത്തേക്ക് നോക്കാൻ മന്ത്രി ശാസ്ത്രജ്ഞരോട് ആഹ്വാനം ചെയ്തു. തേജസ് യുദ്ധവിമാനത്തിനായി തദ്ദേശീയമായി നിർമ്മിച്ച ആഫ്റ്റർ ബേണിംഗ് ടർബോഫാൻ എഞ്ചിൻ വികസിപ്പിക്കുന്നതിനുള്ള ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി 1989 ഇന്ത്യ കാവേരി എഞ്ചിൻ പ്രോഗ്രാം അംഗീകരിച്ചു. ബാംഗ്ലൂരുവിലെ DRDOയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് നയിക്കുന്ന ഈ പരിപാടിക്ക് തുടക്കത്തിൽ 382 കോടി രൂപ ചിലവിൽ അനുമതി ലഭിച്ചു. 8 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. തദ്ദേശീയമായി നിർമ്മിച്ച കാവേരി വിമാനങ്ങളിലേക്ക് മാറുന്നതിന് മുൻപ് ഇറക്കുമതി ചെയ്ത ജനറൽ ഇലക്ട്രിക് എഞ്ചിനുകൾ ഉപയോഗിച്ച് ആദ്യകാല തേജസ് പ്രോട്ടോടൈപ്പുകൾ പറത്തുക എന്നതായിരുന്നു പദ്ധതി. എന്നിരുന്നാലും വികസനം വൈകിപ്പിക്കുകയും ഒടുവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തന ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ നിന്നും എഞ്ചിനെ തടയുകയും ചെയ്ത സാങ്കേതിക വെല്ലുവിളികൾ ഈ പരിപാടിക്ക് ഉടൻ നേരിടേണ്ടി വന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.